സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റിയൽ അനാലിസിസ് സെമിസ്റ്റർ 6 റിയൽ അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറിലെ ആദ്യത്തെ മൊഡ്യൂളായ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, സോ കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് സെക്ഷനും കണ്ടിന്യൂസ് ഫങ്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ മുന്നേയൊക്കെ പഠിച്ചിട്ടുള്ളത് പോലെ കണ്ടിന്യൂസ് ഫങ്ഷന്റെ ഡെഫിനിഷൻ എന്താണ് നമുക്ക് ആദ്യം നോക്കാം. ലെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ, എ എന്ന് പറയും, നമ്മൾ റിയൽ അനാലിസിസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ റിയൽ അനാലിസിസിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും റിയൽ നമ്പറിനകത്ത് വരുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ ആർ എന്ന് പറയുന്ന റിയൽ നമ്പറിന്റെ സെറ്റിനകത്തുള്ള ഒരു സബ്സെറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു എ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എ എന്ന് പറയുന്ന സെറ്റ്. ആ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ദ ഹോൾ റിയൽ നമ്പറിലേക്ക് ഞാനൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു എഫ് എന്ന് പറഞ്ഞിട്ട്. ആ എഫ് എപ്പോഴായിരിക്കും കണ്ടിന്യൂസ് ആവുന്നത്? അറ്റ് എ പോയിന്റ് സി. സി എന്ന് പറയുന്ന എയിലെ പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ദിസ് ഈസ് ആൻ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ. ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും there exists a delta greater than 0 such that if x is any point of a satisfying absolute value of x minus c is less than delta, then absolute value of f of x minus f of c is less than epsilon. അപ്പോൾ നമുക്കിത് ഫംഗ്ഷന്റെ ഗ്രാഫ് വെച്ചിട്ട് പറയാം. നോക്കിയടാ, ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, പേന എടുക്കാതെ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫാണ് ആ ഫംഗ്ഷൻ ഉള്ളതെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് അല്ലെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത്? നിങ്ങൾ നോക്കിയേ, ഇതൊരു പർട്ടിക്കുലർ പോയിന്റ് സി ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു ഡെൽറ്റ നെയ്ബർഹുഡ് ആണ്. അതായത് സി മൈനസ് ഡെൽറ്റയ്ക്കും സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയിലാണ് നമ്മളുടെ ആര് വരുന്നത്? എക്സ് വരുന്നത്. എന്നാൽ മാത്രമേ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയാൻ പറ്റൂ. സോ ഞാൻ പറയുന്നു ഇതിനിടയിലാണ് നമ്മളുടെ ആര് വരുന്നത്? നമ്മളുടെ എക്സ് വരുന്നത്. സപ്പോസ് ഞാൻ പറയുന്നു ഈ ഒരു ഇന്റർവെലിനിടയ്ക്ക് ഇവിടെയാണ് എക്സ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഇതാണ് നമ്മളുടെ എഫ് ഓഫ് സി എന്ന് പറയുന്നത്. ഇവനാണ് നമ്മളുടെ എഫ് ഓഫ് സി. ഓക്കെ, ക്ലിയർ ഈ പോയിന്റ്. ഇനി ഈ എക്സ് വരുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസിലാണ് നമ്മളുടെ എന്ത് പറയുന്നത്? എഫ് ഓഫ് എക്സ് വരുന്നത്. സോ എപ്സിലൺ എന്ന് പറയുന്നത് എവിടെ വരും? എപ്സിലൺ എന്ന് പറയുന്നത് മേ ബി ഇവിടെ ആയിരിക്കും വരുന്നത്. എഫ് ഓഫ് സി പ്ലസ് എപ്സിലണും എഫ് ഓഫ് സി മൈനസ് എപ്സിലണും. അതായത് നമ്മൾ ഈ പറയുന്ന സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിലുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിന്റെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് സിയുടെ എപ്സിലൺ നെയ്ബർഹുഡിനകത്തായിരിക്കും. അതായത് നമ്മളൊരു ഫംഗ്ഷനിൽ രണ്ട് വാല്യൂസ് എത്രത്തോളം സിയോട് അടുക്കുന്നോ അപ്പോൾ ആ ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് സിനോട് അടുക്കും. മനസ്സിലായോ? ആ വാല്യൂ നമ്മൾ എടുക്കാൻ പോകുന്ന എക്സ് സിനോട് അടുക്കും തോറും നമ്മളുടെ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സിനോട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് അതിന്റെ ജിയോമെട്രി കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ റിയൽ അനാലിസിസ് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യമേ നിങ്ങൾ അതിന്റെ ജിയോമെട്രി കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക എന്ന് പറഞ്ഞാൽ, ഒരു പോയിന്റ് സിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക എന്ന് പറഞ്ഞാൽ ബാക്കി എക്സുകളൊക്കെ സിയിലേക്ക് അടുത്തടുത്ത് വരും തോറും എഫ് ഓഫ് എക്സുകൾ എഫ് ഓഫ് സിയിലേക്ക് അടുത്തടുത്ത് വരും. ഇതാണ് അതിന്റെ ജിയോമെട്രി കൺസെപ്റ്റ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഡെഫിനിഷൻ ബൈ ഹേർട്ട് ചെയ്യുക. ഓക്കെ, എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് സി ആവണമെങ്കിൽ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that whenever absolute value of x minus c is less than delta, then absolute value of f of x minus f of c is less than epsilon. ഓക്കെ, ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും അങ്ങനെ ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? ഡെഫിനിഷൻ പഠിച്ചേ. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ പറയും എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി. അപ്പോൾ ഡെഫിനിഷൻ പഠിച്ചു, എന്താണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി. ഇനി ഡെഫിനിഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ എന്തിനു പോകും? തിയറി പഠിക്കാൻ പോകും അല്ലെ. സോ ഫസ്റ്റ് തിയറം നമ്മൾ നോക്കാൻ പോവുകയാണ്. തിയറം 1. A function f from a to r is continuous at a point c belongs to a if and only if given any epsilon neighborhood v epsilon of f of c there exists a delta neighborhood v delta of c, ഇവിടെ ഡെൽറ്റ ഉണ്ട്, v delta of c such that if x is any point of a intersection v delta of c then f of x belongs to v epsilon of f of c. സംഭവം ഒന്നുമില്ലടാ, നമ്മളിപ്പോൾ കണ്ടിന്യൂസിന് ഒരു ഡെഫിനിഷൻ പഠിച്ചു. അതിനോട് ഇക്വലന്റ് ആയിട്ടുള്ള വേറൊരു ഡെഫിനിഷനാണ് ഇവിടെ പറയുന്നത്. ബൈ ഡെഫിനിഷൻ നമുക്ക് കിട്ടുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓൾറെഡി ജിയോമെട്രി കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ തിയറം പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് നമുക്ക് കാണിക്കേണ്ടത്. എ കണ്ടിന്യൂസ് ആണ്, എ അല്ല, എഫ് കണ്ടിന്യൂസ് ആണ്, എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ ഒരു കണ്ടീഷൻ, അതായത് ഏതൊരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്താലും അവിടെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് ഉണ്ടായിരിക്കും സച്ച് ദാറ്റ്
എന്താണ് എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു വി എപ്സിലോൺ ഓഫ് എഫ് ഓഫ് സി ആയിരിക്കും. സോ ഭയങ്കര സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ എഫ് കണ്ടിന്യൂസ് ആണെന്ന് എടുക്കും. ദെൻ ബൈ ഡെഫിനിഷൻ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും there exists a delta greater than 0 such that if x belongs to a and absolute value of x minus c less than delta, then absolute value of f of x minus f of c is less than epsilon. ഇത് ഡെഫിനിഷൻ ആണ്, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല അല്ലെ. ഇനി നിങ്ങൾ നോക്കിയടാ, എക്സ് ബിലോങ്സ് ടു എ, ഈ സെന്റൻസ് വായിച്ചു നോക്കി. എക്സ് ബിലോങ്സ് ടു എ ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എ ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു വി ഡെൽറ്റ ഓഫ് സി ആണ്. കാര്യം എന്താണ്, വി ഡെൽറ്റ ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് അല്ലെ. അപ്പൊ ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആവുക എന്ന് പറഞ്ഞാൽ ആ എക്സ് വി ഡെൽറ്റ ഓഫ് സിയിൽ വരിക എന്നാണ്. സോ എക്സ് ബിലോങ്സ് ടു വി ഡെൽറ്റ ഓഫ് സി. എക്സ് എയിലും ഉണ്ട്, എക്സ് വി ഡെൽറ്റ ഓഫ് സിയിലും ഉണ്ട്. എന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി എന്ന് പറയാൻ പറ്റും. ക്ലിയർ. അപ്പൊ ഇവിടെ നമുക്ക് പറയാം എക്സ് ബിലോങ്സ് ടു എ ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി. ഇനി ഇവിടെ കണ്ടോ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലൺ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, വി എപ്സിലൺ ഓഫ് എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇപ്പൊ എക്സ് സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലൺ. അങ്ങനെയുള്ള എലമെന്റുകളാണ് വി എപ്സിലൺ ഓഫ് എഫ് ഓഫ് സിയിലുള്ളത്. ഇപ്പൊ ഇവിടെ കണ്ടോ, എഫ് ഓഫ് എക്സ് ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലൺ. സോ എഫ് ഓഫ് എക്സ് എവിടെ ഉണ്ടായിരിക്കും, എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു വി എപ്സിലൺ ഓഫ് എഫ് ഓഫ് സി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഈ പറയുന്ന എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു വി എപ്സിലൺ ഓഫ് എഫ് ഓഫ് സി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ, ഇതിൽ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന എക്സ് ബിലോങ്സ് ടു ഇതാണെങ്കിൽ അതിന്റെ മാപ്പിംഗ് ഇതിനകത്ത് കാണും അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി. അതായത് ഇതിനകത്തുള്ള ഏത് എലമെന്റ് എടുത്തിട്ട് അതിനെ മാപ്പ് ചെയ്താലും അത് വി എപ്സിലൺ ഓഫ് എഫ് ഓഫ് സിയിൽ കാണും. അത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. സോ എക്സ് നമ്മൾ ഇതിനകത്ത് ഉണ്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് എഫ് ഓഫ് എക്സ് വി എപ്സിലൺ ഓഫ് എഫ് ഓഫ് സിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഭയങ്കര സിമ്പിൾ ആണ്, ബൈ ഡെഫിനിഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എഗെയിൻ കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷൻ ശരിയാണെന്ന് വിചാരിക്കുക. എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു വി എപ്സിലൺ ഓഫ് എഫ് ഓഫ് സി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതൊരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്താലും there exists a delta neighborhood v delta of c such that x is any point of a intersection v delta of c, then f of x belongs to v delta of v epsilon of f of c. ഇത് എവിടെ നിന്നാണ് കിട്ടിയേ? ഇത് ബൈ തിയറം നമ്മൾ എഴുതിയ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരുപാടുമില്ല. ഇതും that is f of a intersection v delta of c subset of v epsilon of f of c. Now let epsilon greater than 0. epsilon greater than 0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, എഫ് കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ അവിടെ ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ഉണ്ടായിരിക്കണം. സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലൺ എന്ന് കിട്ടണം. ക്ലിയർ ആണ്. അപ്പോൾ നമ്മളുടെ അസംഷൻ അനുസരിച്ച് ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും there exists a delta greater than 0 such that നമ്മളുടെ അസംഷൻ എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു വി എപ്സിലൺ ഓഫ് എഫ് ഓഫ് സി ആയിരിക്കും. ഇനി എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു വി എപ്സിലൺ ഓഫ് എഫ് ഓഫ് സി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നിങ്ങൾ നോക്കുക. അതായത് ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങാം. എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി എന്ന് വെച്ചാൽ എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആൻഡ് ആണ്. എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു വി ഡെൽറ്റ ഓഫ് സി. ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു വി ഡെൽറ്റ ഓഫ് സി എന്ന് പറഞ്ഞാലേ അതിന്റെ അർത്ഥം എന്താണ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി, എക്സും സിയും തമ്മിലുള്ള ദൂരം ഡെൽറ്റയേക്കാൾ ചെറുതായിരിക്കും എന്നാണ്. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ദെൻ എഫ് ഓഫ് എക്സ് വി എപ്സിലൺ ഓഫ് എഫ് ഓഫ് സിയിൽ ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും തമ്മിലുള്ള ദൂരം എപ്സിലോണിനേക്കാൾ ചെറുതാണ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലൺ. ഇതല്ലായിരുന്നു നമുക്ക് വേണ്ടത്. സോ നമ്മളുടെ ഡയറക്റ്റ് ഡെഫിനിഷൻ അനുസരിച്ച് എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആയി. അപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള തിയറമാണത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി കുറച്ച് റിമാർക്കാണ്. സി ബിലോങ്സ് ടു എ ആണെന്ന് വിചാരിക്കുക. അതൊരു ക്ലസ്റ്റർ പോയിന്റ് ആണ്. എന്താണ് ക്ലസ്റ്റർ പോയിന്റ്? ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് പോയിന്റ് ആണല്ലേ. എന്താ പ്രത്യേകത അതിന്റെ?
അതായത് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ലിമിറ്റ് പോയിന്റ് ആകണമെങ്കിൽ, സി എന്ന് പറയുന്ന പോയിന്റ് ഒരു ലിമിറ്റ് പോയിന്റ് ആകണം എന്നുണ്ടെങ്കിൽ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും വി എപ്സിലോൺ ഓഫ് സി, അതായത് സിയുടെ എപ്സിലോൺ നെയ്ബർഹുഡിനകത്ത് എയുടെ ഒരു പോയിന്റ് എങ്കിലും കാണും, സി അല്ലാത്ത ഒരു പോയിന്റ് എങ്കിലും കാണും അല്ലെ. സി ലിമിറ്റ് പോയിന്റ് ആകണമെന്നുണ്ടെങ്കിൽ ഏതൊരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്താലും, ഇപ്പോൾ ഫോർ സപ്പോസ് സി ഒരു ലിമിറ്റ് പോയിന്റ് ആകണമെന്നുണ്ടെങ്കിൽ ഏതൊരു എപ്സിലോൺ നെയ്ബർഹുഡ് സി മൈനസ് എപ്സിലോൺ ടു സി പ്ലസ് എപ്സിലോൺ എടുത്താലും ഇതിനകത്ത് എയുടെ വേറൊരു പോയിന്റ് കാണണം. ഇതാണ് ലിമിറ്റ് പോയിന്റ് അല്ലെ. അപ്പൊ ഈ പറയുന്ന സി ഒരു ലിമിറ്റ് പോയിന്റ് ആണ്. എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആണെങ്കിൽ ഒരു റിമാർക്കാണ്, എഫ് ഓഫ് സി എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് സി ആയിരിക്കും. നമ്മൾ കാൽക്കുലസിൽ ഈ ഡെഫിനിഷൻ ആണ് കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇഫ് സി ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ ദെൻ ദ ഫോളോയിങ് കണ്ടീഷൻ മസ്റ്റ് ബി ഹോൾഡ് ഫോർ എഫ് ടു ബി കണ്ടിന്യൂസ് അറ്റ് സി. എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആവണമെങ്കിൽ ഈ 3 കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യണം. ഒന്ന്, എഫ് സിയിൽ ഡിഫൈൻഡ് ആയിരിക്കണം. 2, ലിമിറ്റ് ഓഫ് എഫ് അറ്റ് സി മസ്റ്റ് എക്സിസ്റ്റ് ഇൻ ആർ, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. 3, ഈ രണ്ടും ഈക്വൽ ആയിരിക്കണം. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സിനെ ഒന്ന് വലുതാക്കി പറഞ്ഞേക്കുന്നേ ഉള്ളൂ. ഇത് ഈക്വൽ ആവണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഇത് എക്സിസ്റ്റ് ചെയ്യണം, രണ്ടാമത്തെ കണ്ടീഷൻ ഇത് എക്സിസ്റ്റ് ചെയ്യണം, മൂന്നാമത്തെ കണ്ടീഷൻ ഇത് ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, നൗ ഇഫ് സി ബിലോങ്സ് ടു എ ഈസ് നോട്ട് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ ദെൻ ദർ എക്സിസ്റ്റ് എ നെയ്ബർഹുഡ് വി ഡെൽറ്റ ഓഫ് സി സച്ച് ദാറ്റ് എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി ഈസ് ഈക്വൽ ടു എന്താണ്, സെറ്റ് സി. അതായത് ഈ പറയുന്ന സി ക്ലസ്റ്റർ പോയിന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലസ്റ്റർ പോയിന്റ് ഡെഫിനിഷൻ എന്താ, ഏതൊരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്താലും, അതായത് ഏതൊരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്താലും സി അല്ലാത്ത ഒരു പോയിന്റ് എക്കകത്ത് കാണും, ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ. അപ്പൊ ക്ലസ്റ്റർ പോയിന്റ് അല്ലെങ്കിലോ, ഏതോ ഒരു എപ്സിലോൺ നെയ്ബർഹുഡിനെങ്കിലും സി അല്ലാത്ത വേറൊരു പോയിന്റും, എയിലെ വേറൊരു പോയിന്റും ഇതിനകത്ത് ഇല്ല. സപ്പോസ് എപ്സിലോൺ നെയ്ബർഹുഡിന് പകരം ഞാൻ ഡെൽറ്റ നെയ്ബർഹുഡ് ആക്കുന്നു. ഇതിനെ ഏത് അക്ഷരം കൊടുത്താലും മതിയല്ലോ, സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡെൽറ്റ നെയ്ബർഹുഡിൽ സി അല്ലാത്ത വേറൊരു പോയിന്റും ഇതിനകത്ത് ഇല്ല എന്ന് വരും അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി എന്ന് പറയുന്നത് സെറ്റ് സി മാത്രമായിരിക്കും, സി അല്ലാത്ത വേറൊരു പോയിന്റും ഇല്ല. അതുകൊണ്ടാണ് ഇത് ലിമിറ്റ് പോയിന്റ് അല്ലാതെയായത്, ക്ലസ്റ്റർ പോയിന്റ് അല്ലാതെയായത്. സോ എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി ഈസ് ഈക്വൽ ടു സെറ്റ് സി വരുന്ന ഒരു ഡെൽറ്റ കാണും. Thus, a function f is continuous at a point c belongs to a that is not a cluster point of a. Such points are called isolated points of a. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വേറൊന്നുമല്ല, ഈ പറയുന്ന ഐസൊലേറ്റഡ് പോയിന്റ്സ്, ക്ലസ്റ്റർ പോയിന്റ്സ് അല്ലാത്ത പോയിന്റുകളിൽ എപ്പോഴും എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം നമ്മളുടെ ഡെഫിനിഷൻ എന്താ, ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും അതിനനുസരിച്ച് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ഉണ്ടായിരിക്കണം. എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സിയിൽ ഉള്ള എക്സുകൾക്ക് എഫ് ഓഫ് എക്സ് വി എപ്സിലൺ ഓഫ് എഫ് ഓഫ് സിയിൽ ഉണ്ടായിരിക്കണം. സംഭവം ഈ ഐസൊലേറ്റഡ് പോയിന്റുകൾക്ക് എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സിയിൽ ആകെ ഒരു പോയിന്റേ കാണൂ, സി. അതുകൊണ്ട് ബൈ ഡെഫിനിഷൻ നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. സോ ഐസൊലേറ്റഡ് പോയിന്റുകളിൽ, ക്ലസ്റ്റർ പോയിന്റ്സ് അല്ലാത്ത പോയിന്റ് ആണ് ഐസൊലേറ്റഡ് പോയിന്റ്സ്, അവിടെ എപ്പോഴും എന്തായിരിക്കും, നമ്മളുടെ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആയിരിക്കും. Now ഒരു തിയറമാണ് sequential criterion for continuity. A function f from a to r is continuous at the point c belongs to a if and only if for every sequence xn in a that converges to c the sequence f of xn converges to f of c. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. എക്സാമിന് വേണമെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു തന്നെ ചോദിക്കാം. സോ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് ചോദിക്കാൻ പറ്റുന്നതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, എന്താണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? അതായത് എയിൽ നിന്ന് ആറിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ആ ഫംഗ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിലുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ കണ്ടിന്യൂസ് അറ്റ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇവിടെ പറയാൻ പോണ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഇഫ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജിങ് ടു സി ആണെങ്കിൽ ദെൻ എഫ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജിങ് ടു എഫ് ഓഫ് സി ആയിരിക്കണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. സോ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യും എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എടുക്കും. ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും there exists a delta greater than 0 such that if x belongs to a and absolute value of x minus c less than delta then absolute value of f of x minus f of c is less than epsilon. ഡെഫിനിഷൻ എഴുതി വെച്ചു. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം അല്ലെ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് അസ്യൂം ചെയ്യാൻ കൂടി വേണം. അതായത് ഒരു എക്സ് എൻ കൺവേർജിങ് ടു സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ കൺവേർജിങ് ടു എഫ് ഓഫ് സി ആയിരിക്കണം.
അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെന്റൻസ് കൂടി എഴുതി. എക്സ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ്, എയിലെ ഒരു സീക്വൻസ് ആണ്, കൺവെർജിങ് ടു സി ആണ്. തിയറത്തിൽ അതേ സെന്റൻസ് ആണ് കേട്ടോ. നോക്കിയടാ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ എവറി സീക്വൻസ് എക്സ് എൻ ഇൻ എ ദാറ്റ് കൺവേർജസ് ടു സി. അപ്പൊ നമ്മൾ എടുക്കുന്നു ദെയർ എക്സിസ്റ്റ് എ സീക്വൻസ് എക്സ് എൻ ഇൻ എ ദാറ്റ് കൺവേർജസ് ടു സി. ഇനി എന്താ കാണിക്കേണ്ടത്? എഫ് ഓഫ് എക്സ് എൻ കൺവേർജിങ് ടു എഫ് ഓഫ് സി ആണെന്നാണ്. ഇനി നമ്മൾ എക്സ് എൻ കൺവേർജിങ് ടു സി എടുത്തല്ലോ, അപ്പൊ നമുക്ക് കൺവേർജൻസിന്റെ ഡെഫിനിഷൻ കൂടി അങ്ങ് എഴുതി വെക്കാം. എന്താ കൺവേർജൻസിന്റെ ഡെഫിനിഷൻ? ഓക്കെ, ദെയർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ. നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ കാര്യമായിട്ട് പഠിച്ചതാണ്. എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജിങ് ടു സി ആണെങ്കിൽ there exists a natural number capital N such that for all n greater than or equal to n, absolute value of xn minus c is less than delta. അല്ലെ, ആ ലിമിറ്റ് ഏതാണോ അതും xn-ഉം തമ്മിലുള്ള ദൂരം ഡെൽറ്റയേക്കാൾ ചെറുതാകുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഡെൽറ്റ എടുത്തത്? ഇവിടെ ഫോർ എനി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ വെറുതെ എടുത്തു. നമ്മൾ പറയുന്ന ഡെഫിനിഷനിൽ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ there exists a natural number n such that for all n greater than or equal to n, absolute value of xn minus c is less than epsilon എന്നാണ് പറയുന്നത്. എപ്സിലോണിന് പകരം ഞാൻ ഇവിടെ ഡെൽറ്റ എടുത്തു. കുഴപ്പമില്ലല്ലോ, അത് നമ്മളുടെ തിയറത്തിന്റെ പ്രൂഫിന് വേണ്ടിയിട്ടാണ്. സോ ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഡെഫിനിഷൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്താ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? നമ്മളുടെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എടുത്തു, അത് അവിടെ എഴുതി വെച്ചു. സീക്വൻസിന്റെ കൺവേർജൻസിന്റെ ഡെഫിനിഷൻ എടുത്തു, അത് അവിടെ എഴുതി വെച്ചു. ക്ലിയർ? ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ. ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എടുത്തു. എനിക്ക് എന്താ കാണിക്കേണ്ടത്? there exists a natural number such that absolute value of f of xn minus f of c is less than epsilon. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയും f of xn converging to f of c ആണെന്നാണ്. അതായത് for all n greater than or equal to n. ഡെഫിനിഷൻ ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എടുത്താൽ ബൈ ദ കണ്ടിന്യൂറ്റി ഓഫ് എഫ് there exists a delta greater than zero. അപ്പോൾ ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എടുത്താലും കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് അവിടെ ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ കാണും. ഓക്കെ, ഇനി ഇപ്പൊ പറഞ്ഞ സാധനം, ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ എടുത്താൽ അവിടെ ഒരു നാച്ചുറൽ നമ്പർ n കാണും. ഫോർ ഓൾ n greater than or equal to n, absolute value of xn minus c is less than delta. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ കഴിഞ്ഞു. എഫ് ഓഫ് എക്സ് എൻ കൺവേർജിങ് ടു എഫ് ഓഫ് സി ആയി. അതായത് നമ്മളൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എടുത്താൽ കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ വെച്ച് അവിടെ ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ഉണ്ടായിരിക്കും. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത്. ഇനി സീക്വൻസിന്റെ ഡെഫിനിഷൻ വെച്ച് നമ്മളൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ എടുത്താൽ സീക്വൻസിന്റെ കൺവേർജൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യിക്കാൻ പറ്റും. സോ ഡയറക്റ്റ് ആയിട്ട് ഇത് പറയാൻ പറ്റും. ഈ രണ്ട് കൺസെപ്റ്റ് കൂടി ചേർത്ത് വെച്ചാൽ മതി. ക്ലിയർ? ഇനി നമ്മൾ കോൺവേഴ്സ് പ്രൂവ് ചെയ്യും. കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡ് അസ്യൂം ചെയ്യണം. അതായത് ഏതൊരു എക്സ് എൻ കൺവേർജിങ് ടു സി എടുത്താലും എഫ് ഓഫ് എക്സ് എൻ കൺവേർജിങ് ടു എഫ് ഓഫ് സി ആയിരിക്കും. ക്ലിയർ? ഇനി നമ്മൾക്ക് എഫ് കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എഫ് നോട്ട് കണ്ടിന്യൂസ് ആണെന്ന് എടുക്കും. അതായത് ഇവിടെ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? പ്രൂവ് ചെയ്യാൻ പോകുന്നത് കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അതായത് എനിക്ക് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ പ്രൂവ് ചെയ്തു. ഇനി എനിക്ക് കാണിക്കേണ്ടത് ക്യൂ ഇംപ്ലൈസ് പി ട്രൂ ആണെന്നാണ്. ക്യൂ ഇംപ്ലൈസ് പി ട്രൂ ആണെന്ന് കാണിക്കുന്നതിന് പകരം നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്ന് കാണിക്കും. അപ്പോൾ അത് ക്യൂ ഇംപ്ലൈസ് പി ആയിരിക്കും. ഇതിനെയാണ് കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണ്. ഇപ്പോൾ ഞാൻ പറയുന്നു മഴ പെയ്തു തറ നനഞ്ഞിരിക്കുന്നു. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. മഴ പെയ്തു ഇംപ്ലൈസ് തറ നനഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാനിതിന്റെ റൈറ്റ് സൈഡിലെ നെഗേഷൻ അപ്ലൈ ചെയ്യും. അതായത് തറ നനഞ്ഞിട്ടില്ല. തറ നനഞ്ഞിട്ടില്ലെങ്കിൽ മഴ എന്തായാലും പെയ്തിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ഇതാണ് നെഗേഷൻ. ഓക്കെ, റൈറ്റ് സൈഡിലുള്ള ആള് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള ആൾ ഇല്ല എന്ന് തന്നെ ആയിരിക്കും. ഇതാണ് നെഗേഷൻ. സോ നമുക്കിപ്പോൾ ക്യൂ ഇംപ്ലൈസ് പി ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇതേ ഇംപ്ലൈസ് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് പകരം ഞാൻ ഇതിന്റെ നെഗേഷൻ എടുക്കും. അതായത് നോട്ട് കണ്ടിന്യൂസ്. നോട്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെയും നോട്ട് എന്ന് കിട്ടണം. അതായത് എക്സ് എൻ കൺവേർജിങ് ടു സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ നോട്ട് കൺവേർജിങ് ടു എഫ് ഓഫ് സി എന്ന് കിട്ടണം. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഫോർ ദ കോൺവേഴ്സ് അസ്യൂം ദാറ്റ് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി. എഫ് കണ്ടിന്യൂസ് അല്ല. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എടുത്താലും അവിടെ ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ കാണും. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ എഫ് കണ്ടിന്യൂസ് അല്ലെങ്കിലോ
മറ്റത് ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോയ്ക്കും ട്രൂ ആയിരുന്നു. അപ്പൊ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോയ്ക്കെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ആ ഒരെണ്ണത്തിന് ഞാൻ എപ്സിലോൺ നോട്ട് എന്ന് വിളിച്ചു. ദർ എക്സിസ്റ്റ് സം എപ്സിലോൺ നോട്ട്, ഒരെണ്ണമെങ്കിലും കാണും. അതിൽ ഈ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. ഏത് റിസൾട്ട്? അവിടെ ഏത് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ എടുത്താലും, അപ്പൊ നമ്മൾ ഡെഫിനിഷനിൽ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എടുത്താലും അവിടെ ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ഉണ്ടായിരിക്കും എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ അതിന്റെ നെഗേഷൻ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോയ്ക്കെങ്കിലും ഒരു ഡെൽറ്റയും ശരിയാവത്തില്ല. അതായത് ഏത് ഡെൽറ്റ എടുത്താലും ശരിയാവാൻ പോണില്ല. അതായത് ഒരു എപ്സിലോൺ നോട്ടെങ്കിലും ഉണ്ടായിരിക്കും. ഏതൊരു ഡെൽറ്റ എടുത്താലും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ പോലും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ആവരുത്. അതിന്റെ ഓപ്പോസിറ്റ്, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും. ക്ലിയർ? അപ്പൊ നെഗേഷൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മറ്റത് ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എടുത്താലും ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ഉണ്ടായിരിക്കും ആ റിസൾട്ട്. അപ്പൊ ഇവിടെ ഒരു എപ്സിലോൺ നോട്ടിന് ഏത് ഡെൽറ്റ എടുത്താലും ആ റിസൾട്ട് ഹോൾഡ് ചെയ്യത്തില്ല. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിലും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും. ക്ലിയർ ആണ്? നൗ ഫോർ ഈച്ച് n belongs to capital N, choose delta n is equal to 1/n. ഡെൽറ്റ n 1/n ആണെന്ന് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഡെൽറ്റ n 1/n ആണ്. ബൈ ദി അസംഷൻ ഓഫ് നോൺ കണ്ടിന്യൂറ്റി ഫോർ ഈച്ച് ഡെൽറ്റ n there exists, there is ഉണ്ട് കേട്ടോ. ഇവിടെ there is ഒരു എക്സിനെങ്കിലും ശരിയായാൽ മതി. മറ്റത് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ആയിരുന്നു. ഇവിടെ ഒരു എക്സിന് തെറ്റിപ്പോയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഡെൽറ്റ n is equal to 1/n കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ എക്സിന് പകരം ഞാൻ എക്സ് എൻ കൊടുത്തു. ദർ എക്സിസ്റ്റ് ആൻഡ് എക്സ് എൻ ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു 1/n. പക്ഷേ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും. അതായത് ഇതേ ഡെഫിനിഷനിൽ ഡെൽറ്റയ്ക്ക് പകരം ഡെൽറ്റ എൻ കൊടുത്തു, എക്സിന് പകരം എക്സ് എൻ കൊടുത്തു. ഡെൽറ്റ എൻ എന്ന് പറയുന്നത് 1/n ആണ്. നൗ ദ സീക്വൻസ് എക്സ് എൻ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കിയടാ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് സി ഈസ് ലെസ് ദാൻ 1/n. 1/n എന്ന് പറയുന്നത് ആക്ച്വലി സീറോയിലോട്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഇത് ആക്ച്വലി ഏതൊരു നമ്പർ എടുത്താലും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് സി ഈസ് ലെസ് ദാൻ 1/n. n വലുതാകും തോറും ഇത് ചെറുതായി വരും. സോ അത് കൺവെർജിങ് ആണ്. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് സി എന്ന് പറയുന്നത് സീറോയിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ എക്സ് എൻ എന്ന് പറയുന്നത് സിയിലേക്ക് കൺവെർജിങ് ആണ്. ക്ലിയർ? കുഴപ്പമില്ലല്ലോ. എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ നമ്പർ n കാണും സച്ച് ദാറ്റ് 1/n ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കേടാ, ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ. ബിക്കോസ് ഫോർ നോക്കിയേ എക്സ് എൻ കൺവേർജിങ് ടു സി ആണെന്നതിന്റെ റീസൺ ആണ് പറയാൻ പോകുന്നത്. ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എടുത്താലും നമുക്കൊരു നാച്ചുറൽ നമ്പർ n ചൂസ് ചെയ്യാൻ പറ്റും 1/n ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിൽ. സോ സ്മോൾ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ക്യാപിറ്റൽ n ആകുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് സി ഈസ് ലെസ് ദാൻ 1/n. ആ 1/n ലെസ് ദാൻ ഈക്വൽ ടു 1/ക്യാപിറ്റൽ n ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. സോ എക്സ് എൻ കൺവേർജിങ് ടു സി ആയിരിക്കും. പക്ഷേ എക്സ് എൻ കൺവേർജിങ് ടു സി ആണെങ്കിലും അവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും എപ്പോഴും നമ്മളുടെ ഡെഫിനിഷൻ അനുസരിച്ച്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും. സോ ഈ പറയുന്ന എഫ് ഓഫ് എക്സ് എൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കൺവേർജ് ചെയ്യത്തില്ല. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി എല്ലാ കാലത്തും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും. അതൊരിക്കലും ഏത് എൻ എടുത്താലും എത്ര വലിയ എൻ എടുത്താലും ചെറുതാവാൻ പോകുന്നില്ല. ചെറുതായാലല്ലേ കൺവേർജിങ് ആണെന്ന് പറയാൻ പറ്റൂ. അപ്പൊ ഇതൊരിക്കലും കൺവേർജിങ് ടു എഫ് ഓഫ് സി അല്ല. സോ എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജിങ് ടു എഫ് ഓഫ് സി. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? എഫ് നോട്ട് കണ്ടിന്യൂസ് എടുത്തപ്പോൾ നമ്മളൊരു എക്സ് എൻ കൺവേർജിങ് ടു സി ഉണ്ട്, പക്ഷേ എഫ് ഓഫ് എക്സ് എൻ നോട്ട് കൺവേർജിങ് ടു സി എന്ന് കിട്ടി. ദാറ്റ് മീൻസ് നമ്മളുടെ മറ്റടുത്ത നെഗേഷൻ കിട്ടി. അപ്പോൾ കോൺട്രാപോസിറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ റിസൾട്ട് ട്രൂ ആണെന്ന് പറയാം. ഒരു സീക്വൻസ് എക്സ് എൻ, ഏത് സീക്വൻസ് എക്സ് എൻ എടുത്താലും അത് കൺവേർജിങ് ടു സി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എൻ കൺവേർജിങ് ടു എഫ് ഓഫ് സി ആണെങ്കിൽ എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആയിരിക്കും. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നെക്സ്റ്റ് നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ കൂടി നോക്കാം. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ ഒരു തിയറം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചേക്ക്, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.